അതെ, സോറി. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? അതെ, കേൾക്കാം. ഓഡിബിൾ ആണ്, ക്ലിയർ ആണ്. അപ്പോ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഈ റൂമിന്റെ ആക്ച്വൽ എന്താ മോട്ടോ എന്താണെന്നുള്ളതും ഇന്നത്തെ സെഷൻ ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമല്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ബാക്കി വളരെ വേറിട്ടൊരു IT സ്ട്രീമിൽ നിന്ന് ക്ലൗഡിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു സെഷനാണ്. ഇന്നത്തെ സ്പീക്കർ മനോജ് ആണ്. മനോജ് വന്നിട്ട് വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയി ആണ് ഇൻഡസ്ട്രിയിലുള്ള. IT-നെ കുറിച്ചും ക്ലൗഡിനെ കുറിച്ചും ഡെവോപ്സിനെ കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സ്പീക്കർ ലിസ്റ്റിലുള്ളത് മനോജ് ആണ്. നമ്മളിപ്പോൾ ഈ റൂം 10 minutes കൂടുമ്പോൾ സെറ്റ് ചെയ്യുന്നതാണ്, അതായത് റീസെറ്റ് ചെയ്യുന്നതാണ്. ഓരോരുത്തർ പുതിയതായിട്ട് വരുമ്പോഴും പുതിയ ലിസണേഴ്സ് ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ 10 minutes കൂടുമ്പോൾ ഈ റൂം റീസെറ്റ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി 8:05 ആയി. ഇതിന് ശേഷം, അതായത് ഈ സെഷന് ശേഷം, ക്ലൗഡിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ വെക്കും, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെക്കും. അതിൽ താല്പര്യം ഉള്ളവർക്കും ഡൗട്ട് ഉള്ളവർക്കും ഹാൻഡ് റൈസ് ചെയ്തിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അതുവരെയും ആരെങ്കിലും ജസ്റ്റ് ഇൻ കേസ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് സ്പീക്കർ ലിസ്റ്റിലേക്ക് വരുത്തിയ ഒന്ന് മ്യൂട്ട് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സോ മനോജ് ചേട്ടൻ, യു ക്യാൻ ഓൾറെഡി 8:06. താങ്ക് യു. ഓവർ ടു യു. താങ്ക്സ് സാർ, ഇൻട്രൊഡക്ഷൻ തന്നതിന് താങ്ക്സ്. ഓക്കെ, എല്ലാവർക്കും ഡെവോപ്സ് മലയാളത്തിന്റെ ഇന്നത്തെ സെഷനിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്ലൗഡ് ഓപ്പറേഷൻസിനെ കുറിച്ച്. നിങ്ങളെല്ലാവരും ബസ് വേർഡ് പോലെ കേൾക്കുന്നതും വളരെ സുപരിചിതമായിട്ട് IT-യിൽ ഉപയോഗിക്കുന്നതുമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെ ആരാണ് നിർവചിക്കുന്നത് എന്നുള്ളൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഇതുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ക്ലൗഡിനെ നിർവചിക്കുന്നത്? സോ ഞാൻ ഇത് ആസ് പാർട്ട് ഓഫ് ഇതിൽ ഒരു യൂഡമിയുടെ കോഴ്സ് ഉണ്ട്. ഇതിൽ എന്താണ് ക്ലൗഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി ഒരു ഇൻട്രഡക്ഷൻ ടു ക്ലൗഡ് എന്ന് പറഞ്ഞ യൂഡമിയിൽ ഒരു ക്ലാസ് ആണ്. അത് കേട്ടപ്പോൾ ഒരു ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ഒരു സെഷൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ ഡോക്യുമെന്റ് NIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് ബാക്കി അഡ്മിൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നിർവചനങ്ങളും ആ നിർവചനത്തിന്റെ മുകളിലാണ് എൻ്റയർ ക്ലൗഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഓപ്പറേഷൻസും ക്രോഡീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ ലോ പ്രകാരം അവരൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ആക്കി മാറ്റിയിരിക്കുക. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് ബേസിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇനീഷ്യലി ഞാൻ ഈ സെഷൻ മൊത്തമായി തീർന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതായിരിക്കും എനിക്കും സൗകര്യം, നിങ്ങൾക്കും ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്ത് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കഴിയാവുന്ന രീതിയിൽ ഞാനത് ആൻസർ ചെയ്യണം. ഓക്കെ, സോ ആദ്യത്തെ ഇത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാവരും IT-യിൽ വർക്ക് ചെയ്യുന്നു. IT-യിൽ ഏകദേശം പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടാവും, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും പലതരം ഇൻഫ്രാസ്ട്രക്ചറും പലതരം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, എന്താണ് ക്ലൗഡ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഇതിലെ ആദ്യത്തെ ചോദ്യം. എന്താണെന്ന് ക്ലൗഡ് എന്ന് NIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡലാണ്. ആ മോഡൽ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് യുബിക്വിറ്റസ് ആയിട്ട്, അതായത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് നമ്മുടെ കൺവീനിയൻസിന് നമ്മുടെ ആവശ്യപ്രകാരം ഓൺ ഡിമാൻഡ് ഒരു നെറ്റ്വർക്കിലൂടെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. എന്തിനെ ആക്സസ് ചെയ്യാന്ന് പറയുമ്പോൾ ഷെയർഡ് പൂൾ ഓഫ് കോൺഫിഗറബിൾ കമ്പ്യൂട്ടർ റിസോഴ്സ്. അത് എന്തുമാകും, നെറ്റ്വർക്ക് ആവും, സെർവേഴ്സ് ആവും, സ്റ്റോറേജ്, ആപ്ലിക്കേഷൻ സർവീസ്. ഇതിനെ ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു മോഡലും ആ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലൗഡ് എന്ന് പറയും. അതായത് ഞാൻ വീണ്ടും പറയാം, അതായത് ഇനേബിളിംഗ് യുബിക്വിറ്റസ് കൺവീനിയന്റ് ഓൺ ഡിമാൻഡ്. അപ്പോൾ യുബിക്വിറ്റസ് എന്ന് പറയുന്ന സമയത്ത് എല്ലായിടത്തും കൺവീനിയന്റ്, നമുക്ക് ചേരുന്ന രീതിയിൽ ആക്സസ് ചെയ്യാനും ഓൺ ഡിമാൻഡ് നമ്മൾ ആവശ്യപ്പെടുന്ന തോതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കണം
ആ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷെയർഡ് പൂൾ ഓഫ് കോൺഫിഗറബിൾ കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് ആയിരിക്കും. ഈ കോൺഫിഗറബിൾ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലതും ഇൻക്ലൂഡ് ചെയ്യും. നെറ്റ്വർക്ക്, സെർവർ, സ്റ്റോറേജ്, ആപ്ലിക്കേഷൻ ആൻഡ് സർവീസ്. ഇങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം പോരാ, അതൊരു മിനിമൽ മാനേജ്മെന്റ് എഫേർട്ടിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാനും പറ്റണം, അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പറ്റണം. ഇങ്ങനെ ഒരു നിർവചനത്തിന് ഇതായിട്ടുള്ള എന്ത് ആപ്ലിക്കേഷനോ അല്ല ഒരു പ്രൊവൈഡറോ ഒരു സിസ്റ്റത്തിനോ നമ്മൾ ക്ലൗഡ് എന്ന് വിളിക്കാൻ പറ്റും. അതാണ് NIST-യുടെ ക്ലൗഡിന്റെ നിർവചനം. ഓക്കെ, ഇപ്പോ നമ്മൾ ക്ലൗഡ് ആണ് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളപ്പോൾ ക്ലൗഡ് അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇതുവരെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, പലതരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ക്ലൗഡ് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് ക്ലൗഡ് എന്നായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ക്ലൗഡിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷെയർഡ് പൂൾ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞല്ലോ, ഇതിൽ എക്സ്പേർട്ട് ആയ പലരും ഉണ്ടാവും. അതായത് 10-12 കൊല്ലവും അല്ലെങ്കിൽ 20-25 കൊല്ലം എക്സ്പേർട്ട് ആയിട്ട് അതിന്റെ ടെക്നോളജി നല്ലപോലെ വർക്ക് ചെയ്തിട്ട് അത് വളരെ എന്താ പറയാ പ്രൊഫഷണലും പെർഫോമൻസ് എഫിഷ്യന്റുമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ലേണിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ആക്ച്വലി ക്ലൗഡ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ക്ലൗഡിലേക്ക് മൂവ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ആദ്യം നടക്കുന്ന ഒരു കേസ് എന്താ വെച്ചാൽ എക്സ്പേർട്ട് സപ്പോർട്ട്. അതാണ് ആദ്യത്തേത്. എക്സ്പേർട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ് നടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് അങ്ങനത്തെ വളരെ കാലം ഇത് വർക്ക് ചെയ്യും. ഇതിൽ തന്നെ പല റിസർച്ചും പല മോഡൽസും പല പാറ്റേൺസും ട്രൈ ചെയ്തതായിട്ടുള്ള ഒരു പറ്റം ആൾക്കാർ സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അവരെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് അവരൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് എക്സലന്റ് ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമുക്ക് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ കാട്ടി ഓവറായിട്ട് ഒരു എക്സ്പേർട്ട് സപ്പോർട്ട് കിട്ടുകയാണ് ആദ്യം ചെയ്യുന്നത് ക്ലൗഡിൽ. നമ്മുടെ സൈഡിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു, നമ്മൾ ക്ലൗഡിൽ മൂവ് ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്ന കാര്യം അതാ, എക്സ്പേർട്ട് സപ്പോർട്ട്. രണ്ടാമത്തേത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് പറയുന്നതാണ് രണ്ടാമത് നടക്കുന്ന ഒരു ഹൈ ആയിട്ടുള്ള കാര്യം. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഒരു സെർവറോ നമ്മൾ ഓൺ ഫെസിലിറ്റിയിൽ വെക്കുന്ന സമയത്ത് ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ, അതായത് നമ്മൾ US അല്ലെങ്കിൽ UK പോലുള്ള കൺട്രീസിൽ ഡാറ്റ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആകുമ്പോൾ അവർക്ക് ആ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ സെർവർ ഇത്ര പ്രൊട്ടക്ഷനിൽ, ഇത്ര സെക്യൂരിറ്റി ക്യാമറാസിൽ, ഇത്ര ആൾക്കാരുടെ Z കാറ്റഗറി, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. അങ്ങനെ ഡാറ്റ സേവ് ചെയ്ത് വെക്കണം എന്ന് പോലും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഈ ഡാറ്റ എടുത്തു വെക്കാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇത് നമ്മൾ നമ്മുടെ ചെലവിൽ നിന്ന് ക്ലൗഡ് പ്രൊവൈഡറുടെ ഇതിലേക്ക് പോവുക. അവരത് എങ്ങനെയാണ് നമുക്കത് ചീപ്പായി പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അവർ നമ്മുടേത് മാത്രമല്ല എല്ലാവരുടെയും കൂടെ ഒന്നിച്ചാണ് അവർ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് അത്. ഒരു ട്രാൻസ്ഫർ ഓഫ് റിസ്ക്, ഇത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. രണ്ടാമത്തത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡൗൺ ഗ്രേഡോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ്, അങ്ങനത്തെ പല ഇഷ്യൂസും നമ്മൾ പേഴ്സണലി ഫെയിൽ ചെയ്ത് നമ്മൾ തന്നെ എക്സ്പേർട്ടിനെ കണ്ടുപിടിച്ച് അതിനെ ശരിയാക്കുന്നതിന് പകരം അത് അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു എന്നുള്ളതും ഒരു ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ആണ്. നമ്മൾ നമ്മുടെ നിന്ന് ആ റിസ്ക് അങ്ങോട്ട് മാറ്റുന്നു. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്റ്റോപ്പ് റീഇൻവെന്റിങ് വീൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അതായത് നമ്മൾ ഒരു ആശയം നമ്മളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് നമ്മൾ അതിനെ ആപ്ലിക്കേഷനിലോട്ട് മാറ്റുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ എൻറ്റിറ്റി ഉണ്ടാകുന്നത്. ആ സോഫ്റ്റ്വെയർ എൻറ്റിറ്റിയാണ് പല കൺസ്യൂമേഴ്സും അതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ പല കമ്പോണൻസ് ഓൾറെഡി ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവും. സെർവർ ഉണ്ടാക്കി വെച്ച ആൾക്കാരുണ്ടാവും, ഡാറ്റാബേസ് ഉണ്ടാക്കി വെച്ച ആൾക്കാരുണ്ടാവും, വെബ് സെർവർ ഉണ്ടാക്കി വെച്ച ആൾക്കാരുണ്ടാവും. ഇതെല്ലാം ഓൾറെഡി ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമുക്കൊരിക്കലും ഇതിനെ റീഇൻവെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോ സെർവർ എന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചോദിക്കാൻ പറ്റും, ഇപ്പൊ നമുക്ക് അപ്പാഷെ സെർവർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കോൺഫിഗർ ചെയ്യാം. പക്ഷെ ഇത് നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് കോൺഫിഗർ ചെയ്ത് അതിന്റെ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും തരാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ സഹായത്തോടെ അത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തന്നെ ഇരുന്ന് അതിന്റെ
ഫുൾ പ്രൂഫ് ആക്കാനും അതിനെ റീഇൻവെന്റിങ് ഓഫ് ദി വീൽ എന്ന് പറയാം. ആ പ്രോസസ്സ് ഒഴിവാക്കാനുള്ള ശ്രമമാണ് മൂന്നാമതായിട്ട് നടക്കുന്നത്. നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഓപ്പറേഷൻസ്. ഗ്ലോബൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലോ നമ്മൾ നടത്തുന്ന ബിസിനസ് പലപ്പോഴും ലോക്കൽ ആയിരിക്കാം. പക്ഷെ അതിന്റെ സ്കെയില് നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ എൻറ്റിറ്റി ഉപയോഗിക്കുന്നത് പല നാട്ടിലുള്ള പല ആൾക്കാരായിരിക്കാം. അപ്പൊ അവര് ആ സ്കെയിലാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ആണെങ്കിൽ പോലും ഫേസ്ബുക്ക് ഇൻസ്റ്റന്റ്ലി അമേരിക്കയിലാണ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇരുന്നാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കണോമിക് സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും സ്വന്തം പൗരന്റെ രേഖകളും അല്ലെങ്കിൽ ഡാറ്റകളും സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരു ക്ലിയർ ഗൈഡ് ലൈൻസും കൊടുത്തിട്ടുണ്ട്. അതായത് യു കെയിൽ ഇരിക്കുന്ന ഒരാളുടെ ഡാറ്റ ഒരിക്കലും ഇന്ത്യയിലുള്ള ഒരു സെർവറിൽ സേവ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അതൊരു വയലേഷൻ ഓഫ് ലോ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ യു കെയിൽ ഇരിക്കുന്ന ഒരാളുടെ ആള് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസിൽ റിഫ്ലക്ട് ചെയ്യുന്ന പോലത്തെ എല്ലാ ഡാറ്റാസ് നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു സെർവറിൽ സേവ് ചെയ്യാൻ പറ്റത്തില്ല. അത് സമ്മതിക്കത്തില്ല. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ ആ ബിസിനസ് വയലേഷൻ നടത്തി നമ്മളുടെ ബിസിനസ്സിൽ ടെർമിനേറ്റ് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ക്ലൗഡ് ഗ്ലോബൽ ഓപ്പറേഷൻ ഉള്ളത് കാരണം അതത് എഡ്ജ് ലൊക്കേഷനിലോ അതത് റീജിയൻസിലോ ആയിട്ട് നമുക്ക് നമ്മുടെ സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ തന്നെ ലോക്കലി ഡാറ്റ സ്റ്റോർ ചെയ്ത് അതത് കൺട്രീസിന്റെ ലോസ് ആയിട്ട് നമുക്ക് വയലേഷൻ ഇല്ലാതെ പോകാൻ പറ്റും. ഇത് ഗ്ലോബൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പും ചെയ്യും. ഇതാണ് നമ്മൾ സംസാരിച്ച നാലാമത്തെ. ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ വെക്കുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്കുള്ളൊരു ചിലവ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ടൊരു കാർ വെക്കുകയാണെങ്കിൽ കാറിന്റെ ഇൻഷുറൻസ്, കാറിന്റെ സർവീസ്, പെട്രോള്, ഓയിൽ ചേഞ്ച്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ്. പക്ഷെ നമുക്കൊരു സ്ഥലത്ത് പോകണം. ആ സമയത്ത് നമ്മളൊരു റെന്റൽ കാർ എടുക്കുന്ന സമയത്ത് ആ റെന്റൽ കാറിന്റെ റെന്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്ന ആ സന്ദർഭങ്ങളിൽ മാത്രമേ അതിന്റെ പൈസ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ റെന്റൽ കാർ തിരിച്ച് അവർക്ക് കൊടുക്കണം. പിന്നെ ആ കാറിന് സർവീസ് ചെയ്യുന്നത്, ഓയിൽ ചെയ്യുന്നത്, അതിന്റെ ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാം ആ റെന്റൽ കാറിന്റെ ഓണർക്കാ ഉള്ളത്. അപ്പൊ അതൊരു എക്സാമ്പിൾ. അങ്ങനെ ആണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നമ്മുടെ സൈഡിൽ നിന്ന് കോസ്റ്റ് എഫക്റ്റീവ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ക്ലൗഡിന്റെ ഡെഫിനിഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇനേബിളിംഗ് യുബിക്വിറ്റീസ് ആയിരിക്കണം, കൺവീനിയന്റ് ആയിരിക്കണം, ഓൺ ഡിമാൻഡ് ആയിരിക്കണം. ഈ 3 കേസ് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ 3 കേസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ക്വിക്ക് ആൻഡ് ഈസി ടു സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാനും പെട്ടെന്ന് അതിന് അപ്പ് ആൻഡ് റണ്ണിങ് ആക്കാനും പറ്റിയ മോഡലായിരിക്കും. ഇതാണ് ആറാമത്തെ. പിന്നെ ഉള്ളത് 2 ഉള്ളത് വെച്ചാൽ നമ്മൾ ജനറലി പറയുന്നത് സ്കെയിലബിലിറ്റി, ഹൈ അവൈലബിലിറ്റി, ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. സ്കെയിലബിലിറ്റി എന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ സ്കെയിൽ അപ്പ് ചെയ്യാനും സ്കെയിൽ ഡൗൺ ചെയ്യാനും, അതുപോലെ ഹൈ അവൈലബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു സെർവർ ഡൗൺ ആയാലും മറ്റു സെർവറിൽ നിന്ന് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്ന പോലെ. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോഡിനനുസരിച്ച് അതിന്റെ ഇത് വർക്ക് ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്. ഇത്രയും കാര്യം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ക്ലൗഡ് എന്നൊരു ഇതിലേക്ക് പോയത്. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ക്ലൗഡ് തന്നെ ഡിഫൈൻ ചെയ്തു. ആ ഡെഫിനിഷനിലൂടെ നമുക്ക് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഈ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ക്ലൗഡിലേക്ക് പോയാൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജസ് മുതലാക്കാനോ അല്ലെങ്കിൽ ആ അഡ്വാൻറ്റേജസിന്റെ ഫലം പ്രോഫിറ്റ് എടുക്കാനും വേണ്ടിയിട്ടാണ് ഇന്നുള്ള പല ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പല കമ്പനീസും ക്ലൗഡിലേക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മൂവ് ചെയ്തിട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, റീസെറ്റ് ചെയ്യാൻ ഷുവർ. നമുക്ക് റൂം ഒന്ന് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ലിസണേഴ്സിന് ഈ ഗ്രൂപ്പ് എന്തിനു വേണ്ടിയാണെന്നും എന്താണ് ആഗ്രഹിക്കുന്നതും എന്നറിയിക്കാൻ വേണ്ടിയാണ്. ഡെവോപ്സ് മലയാളം എന്ന് ഈ ക്ലബ് ഹൗസ് റൂം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നമ്മളുടെ പഴയ സെഷൻസ് എല്ലാം, ഹോസ്റ്റ് ചെയ്ത സെഷൻസ് എല്ലാം യൂട്യൂബിലും ലിങ്ക്ഡിനിലും അതേപോലെ പല ചാനൽസിലും നമ്മൾ റെക്കോർഡിംഗ് സെഷൻസ് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ മനോജ് സ്പീക്കറായിട്ട് വന്നിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ക്ലൗഡ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു സെഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലൗഡ് എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്, എനിക്ക് ഇപ്പോഴത്തെ IT ഇൻഡസ്ട്രിയിൽ നിന്ന് ക്ലൗഡ്
ടെക്നോളജിയിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതും പല രീതിയിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ സെഷന് ശേഷം ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഈ റെക്കോർഡിംഗ് അടക്കം ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിലും പോകുന്നുണ്ട്, ഡെവോപ്സ് മലയാളം എന്ന ചാനലിൽ തന്നെ. ബാക്കിയുള്ളവർക്ക് ഞങ്ങളുടെ എല്ലാ ചാനലിലും പേജസിൽ ചെക്ക് ചെയ്താൽ റെക്കോർഡിങ്സും ബാക്കി സെഷൻസും കഴിഞ്ഞു പോയ സെഷൻസും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മനോജ് ചേട്ടാ, യു മേ കണ്ടിന്യൂ. താങ്ക് യു. അപ്പോൾ നമ്മൾ ആദ്യം അഡ്രസ് ചെയ്ത 2 ചോദ്യം, എന്താണ് ക്ലൗഡ് എന്നും എന്തിന് ആണ് നമുക്ക് ക്ലൗഡ് എന്നും. ഇനി ഒരു ക്ലൗഡിനുള്ള എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്ത് ഞാനൊരു ക്ലൗഡ് പ്രൊവൈഡർ ആണെന്ന് പറയുന്ന സമയത്ത് ആ പ്രൊവൈഡറിനെ നമ്മൾ അസസ് ചെയ്യുന്നു, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന്, ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് ആയിരിക്കണം. അതായത് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് തന്നെ അതിന് സെൽഫ് സർവീസ് മോഡൽ നമ്മൾക്ക് തന്നെ അതിന് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന പോലെ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ, അതായത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ്. രണ്ടാമത്തേത് വന്നിട്ട് ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിങ്ങോ നെറ്റ്വർക്ക് സംബന്ധമായ ടൂൾസിലോ അതിലൂടെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നമുക്ക് അതായത് നമുക്കൊരു ക്ലൗഡ് പ്രൊവൈഡർ ആണെന്ന് പറഞ്ഞിട്ട് അവരൊരു പുതിയ നെറ്റ്വർക്ക് വഴി അതിനെ പ്രൊവൈഡ് ചെയ്യുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിലൂടെയും നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ. അത് എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് ടെക്നോളജി SSH ആയാലും HTTPS ആയാലും അതന്നെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. റിസോഴ്സ് പൂളിംഗ് എന്ന് പറയും മൂന്നാമത്തേത്. അതായത് റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റിസോഴ്സ്, നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സ് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും. അതായത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഇതിന് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസ് ആയിരിക്കണം അത്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഇത്ര 2 സെർവേഴ്സ് ആണ്, അല്ലെ നാളെ 3 സെർവേഴ്സ് ആണ്, ഇൻസ്റ്റന്റ്ലി 4 സെർവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അനുസരിച്ച് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്കതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതായത് എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇപ്പൊ നിങ്ങൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരോട് അവർ ഓപ്ഷൻസ് തരുമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇന്ന സാധനങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അത് തരാനുള്ള കേപ്പബിലിറ്റി പ്രൊവൈഡർ ഡിഫൈൻ ചെയ്യാനും ആ ഡിഫൈൻ അനുസരിച്ച് പൂൾ ചെയ്ത് റിസോഴ്സ് ചെയ്യാനും ചെന്നു. പിന്നെ റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി, അതായത് റിസോഴ്സ് പൂളിംഗ് പോലെ തന്നെ റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ ഡിമാൻഡിനനുസരിച്ച് അതിനെ അപ്പും ഡൗണും ചെയ്യാനും അതിന് ഇലാസ്റ്റിക് ആയിട്ട് നമുക്കത് പ്രൊവിഷൻ ചെയ്തുകൊണ്ടിരിക്കാനും പറ്റണം. പിന്നെ അഞ്ചാമത്തായിട്ട് പറയുന്നത് മെഷർ സർവീസ്. ഈ 4 എണ്ണത്തിനെയും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനും ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാനും അതിനെ മോണിറ്റർ ട്രാൻസ്പാരൻസി റിപ്പോർട്ടിംഗ്, ഈ 3 കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. കാരണം നമ്മളൊരു സർവീസ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ളൊരു ട്രാൻസാക്ഷണൽ എഗ്രിമെന്റ് ആണ് നമ്മൾ ആ സർവീസിന് നമ്മളൊരു പേയ്മെന്റും ഇതുണ്ട്. ആ പേയ്മെന്റ് ഇതിൽ ഇൻവോൾവ് ആയത് കാരണം നമുക്കത് ട്രാൻസ്പാരന്റ് ആയിരിക്കണം, നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റണം. അതേപോലെ അതിന് ആവശ്യമായ റിപ്പോർട്ട്സ് അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റണം. ഈ 5 എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ആ പ്രൊവൈഡർക്ക് ഉണ്ടാവണമെന്നാണ് NIST സ്റ്റാൻഡേർഡ് പറയുന്നത്. അതായത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് ആയിരിക്കും, ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ്, നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതൊരു നെറ്റ്വർക്ക് വഴിയും നെറ്റ്വർക്കിംഗ് മോഡൽസ് വഴിയും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റണം, റിസോഴ്സിനെ പൂൾ ചെയ്യാൻ പറ്റണം. അതേപോലെ നമ്മൾക്ക് ആവശ്യമുള്ള പോലെ റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. മെഷർ ദ സർവീസ്, റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ്, ട്രാൻസ്പാരന്റ് ആയിരിക്കണം. ഈ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എല്ലാം ആ പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യണം, ഉണ്ടാകണം. ഓക്കെ. ഇനി ഈ എസെൻഷ്യൽ സർവീസ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന സർവീസ് മോഡൽസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഈ സർവീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഇത് തരുന്ന സർവീസ് മോഡൽസ് മെയിൻലി ഇന്നത്തെ ഇതനുസരിച്ച് ഇവർ ഡിഫൈൻ ചെയ്യുന്ന ഒരു 4 മോഡൽസ് ആയിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, IaaS എന്ന് പറയും. 2, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഫങ്ഷൻ ആസ് എ സർവീസ്. ഇതല്ലാതെയും കുറെ സർവീസസും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ 4 കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് ഇവർ ഡിഫൈൻ ചെയ്തത്. ബാക്കിയെല്ലാം പല ഡെഫിനിഷനും ഇതിന്റെ നമുക്ക് നിർവചിക്കാവുന്നതിലല്ല. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് സർവീസിന്റെ ഇടയിൽ കിടക്കുന്നതും ചില സമയത്ത് പ്ലാറ്റ്ഫോം ആസ് സർവീസിന്റെയും സോഫ്റ്റ്വെയർ ആസ് സർവീസിന്റെ ഇടയിലായിട്ടുള്ള സർവീസ്, അങ്ങനെ പല പാക്കേജസ് വരുന്നു. പക്ഷെ
ക്ലൗഡ് സർവീസ് NIST ഡിഫൈൻ ചെയ്യുന്നത് ഈ നാലെണ്ണം: ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഫംഗ്ഷൻ ആസ് എ സർവീസ്. ഇനി ആദ്യത്തെ കേസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബേസിക്കലി നമ്മുടെ മെഷീൻ, നമ്മൾ എന്ത് മെഷീനാണോ ആവശ്യപ്പെടുന്ന ആ മെഷീനാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന EC2 ഇൻസ്റ്റന്റ് ആവാം, സെർവർ ആവാം, അതെല്ലാം കയറുന്ന കാറ്റഗറി ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് വരും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്ന സമയത്ത് അതായത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ, അതായത് ലാംപ്, ലിനക്സ്, അപ്പാഷെ, MySQL, PHP അല്ലെങ്കിൽ മീൻ, അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഇത് നമുക്ക് തരാൻ പറ്റും. ഈ ബിറ്റ്നാമി പോലുള്ള സൈറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ് സാൻഡ് ബോക്സ് ആയിട്ട് നമുക്ക് തരും. അപ്പൊ നമ്മൾ നേരിട്ട് അതിനെ പ്ലാറ്റ്ഫോം പോലെ അതിനെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് കോൺഫിഗറേഷനിലും അതിന്റെ യൂസേജിലും ഇതിലെല്ലാം നമുക്ക് ഒരു സേ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അടുത്ത് പറയാൻ പോകുന്ന സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ Office 365 ആണ്. അതായത് നമുക്കൊരു സോഫ്റ്റ്വെയർ ഫുള്ളി അവർ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം ചെയ്യും, നമ്മളതിനെ യൂസ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസും സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൽ ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ നമുക്ക് കൈകടത്താൻ പറ്റുന്ന കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൽ വളരെ കുറവായിരിക്കും. നമുക്കതിന് കുറച്ച് ഇതേ പറയാൻ പറ്റുള്ളൂ, നമുക്കത് യൂസ് ചെയ്യുന്ന രീതികൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഡെഫിനിഷനും പ്രൊവിഷൻ എല്ലാ കാര്യങ്ങളും ആ കമ്പനിയാണോ എന്ന്, അതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ആ സർവീസിനെ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. ഇനി ഇതിൽ നാലാമത്തേതായിട്ടൊരു ഇത് വന്നിട്ടുള്ളത് ഫംഗ്ഷൻ ആസ് എ സർവീസ് എന്നായിട്ടുള്ള. അത് ഫംഗ്ഷൻ ആസ് എ സർവീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ മോസ്റ്റ്ലി മൈക്രോ സർവീസസും നമുക്ക് പലപ്പോഴും ഒരു കമ്പ്യൂട്ടേഷൻ ആവശ്യം. കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് C അല്ലെങ്കിൽ A+B=C എന്നുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ആണെങ്കിൽ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മതി. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെർവറിന് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാൽക്കുലേഷൻ നടത്താൻ പറ്റുന്ന ഒരു പ്ലേസോ അതിലൊരു കമ്പ്യൂട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് നമ്മൾ ഈ ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ A+B എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഇതെന്താ ഒരു വ്യത്യാസം എന്താ, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കൂടുന്ന ഒരു സർവീസ് എന്നൊരു വ്യത്യാസം എന്താ വെച്ചാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മുടെ യൂസേജിന് വേണ്ടി അതിനെ ഇൻവോക്ക് ചെയ്ത് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ. അപ്പോൾ ഈ 4 ടൈപ്സ് ആണ് ക്ലൗഡ് സർവീസ് മോഡൽസിലുള്ളത്: ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഫംഗ്ഷൻ ആസ് എ സർവീസ്. ഇതാണ് ഇപ്പൊ നമ്മൾ ടൈപ്സ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ക്ലൗഡ് സർവീസ് മോഡൽ പറഞ്ഞു. ഇനി ഈ സർവീസിന്റെ ഡിപ്ലോയ്മെന്റ് മോഡൽ. ഇപ്പൊ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡിപ്ലോയ്മെന്റ് എങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ഡിപ്ലോയ്മെന്റ് മോഡൽ കംപ്ലീറ്റ്ലി ഇപ്പോഴത്തെ രീതിയിൽ ഡിപ്ലോയ്മെന്റ് മോഡൽ അവർ 4 ആക്കിയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൈവറ്റ്, രണ്ട് പബ്ലിക്, പിന്നെ ഹൈബ്രിഡ്, കമ്മ്യൂണിറ്റി. അതായത് പ്രൈവറ്റ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സും ഉണ്ട്. അതായത് HP-യുടെ ആണ് തോന്നുന്നു, ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ പ്രൈവറ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് പബ്ലിക് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, AWS, Azure, GCP പോലുള്ള പബ്ലിക് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇതിന്റെ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള പകുതി നമ്മൾ വെക്കുന്നതും പകുതി ക്ലൗഡിൽ വെക്കുന്നതും പല കണ്ടന്റും, അങ്ങനെ ഇതിന്റെ ഒരു മിഡ് ടൈർ മോഡലായിട്ടാണ് ഹൈബ്രിഡ് വരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ ഒന്നിൽ കൂടുതൽ കമ്പനീസ് ഒന്നിച്ചു ചേർന്ന് അവര് ഒരു ഗ്രൂപ്പായി മാറിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 10 കമ്പനീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക, ഇൻഷുറൻസ്, ഹാർട്ട്ഫോർഡ്, അങ്ങനത്തെ കുറെ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാവരും അവർക്ക് ഓൾറെഡി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇത് ചിലപ്പോൾ ഒന്ന് ചെയ്യും. അപ്പൊ അവരെല്ലാവരും കൂടെ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ കൺസോൾട്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി പോലെ അതിനെ ഉണ്ടാക്കി പരസ്പരം യൂസ് ചെയ്യുന്ന മോഡലും ഉണ്ട്. അതിനുള്ള പ്രൊവിഷൻ അതും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റി മോഡലിനെക്കാട്ടിയും കൂടുതൽ പോകുന്നത് ഇപ്പോൾ പബ്ലിക് ക്ലൗഡിലേക്കാണ് പോകുന്നത്. പക്ഷെ കമ്മ്യൂണിറ്റി പ്രൊവിഷനിലുള്ള ഒരു മോഡലും നമുക്ക് ചെയ്യാം. പക്ഷെ അപ്പോഴും നമ്മൾ ഈ മോഡൽ സംസാരിച്ച് ആ കാറ്റഗറി എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കമ്മ്യൂണിറ്റി അതിനെ ഒരു യൂസർ, അതായത് കൺസ്യൂമർ പ്രോഡക്റ്റ് ആയി മാറ്റുമ്പോഴാണ് ആ ക്ലൗഡ് ആയി മാറുന്നത്. ഓക്കെ, റൂം റീസെറ്റ്. ഹലോ,
ഞാൻ ഓഡിബിൾ ആണോ? യെസ്. ഓക്കെ. പുതിയതായിട്ട് അധികം പേര് വന്നിട്ടില്ലെന്ന് തോന്നുമെങ്കിലും റൂം റീസെറ്റ് ചെയ്യാണ്. ഡെവോപ്സ് മലയാളത്തിൻ്റെ 21ാമത്തെ റൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം അണ്ടർസ്റ്റാൻഡിങ് ക്ലൗഡ് എന്നുള്ളതാണ്. മനോജേട്ടനാണ് സ്പീക്കർ. എന്താണ് ക്ലൗഡെന്നും ക്ലൗഡ് സർവീസ് മോഡലിനെ കുറിച്ചുമൊക്കെ മനോജേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് സ്റ്റേജിലേക്ക് വരാം, ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ കൂടുതലും ബിഗിനേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു ഡിസ്കഷൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിലനിർത്താൻ സാധിക്കും. ഓക്കെ മനോജ് ചേട്ടാ, തുടരാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് എന്താ വെച്ചാൽ എന്തൊക്കെയാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, സർവീസ് മോഡൽസ് എന്തൊക്കെയാണ്, ഡിപ്ലോയ്മെന്റ് മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ആരൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ മേജർ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ ടോപ്പിലിരിക്കുന്നത് AWS ആണ്. അതുപോലെ തന്നെ അഷ്യൂറും GCP ഉണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ഓഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആയിട്ട് നിലവിൽ അറിയപ്പെടുന്ന വലിയ സ്ഥാപനങ്ങൾ, ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇനി മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിഫൈൻ ചെയ്തു, മോഡൽസ് അസസ് ചെയ്തു, അത് കഴിഞ്ഞ് പ്രൊവൈഡേഴ്സ് വരെ എത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊവൈഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ക്ലൗഡിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ മൂവ് ചെയ്യാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ ആദ്യം വരുന്നൊരു ചോദ്യം എന്തൊക്കെയാ വെച്ചാല്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, ക്ലൗഡ് പ്രൊവൈഡർ എന്തൊക്കെ ചെയ്യുന്നു, അതാണല്ലോ. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ഉണ്ട്, നമ്മൾ ആ റിക്വയർമെന്റ് പറഞ്ഞു, അവരത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രൊവൈഡ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിലോ പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റിയിലോ ഓപ്ഷൻസിലോ നമ്മൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ഡെഫിനിഷനാണ് ആദ്യം വേണ്ടത്. അതിനെയാണ് നിങ്ങൾ പല ക്ലൗഡ് പ്രൊഫൈലിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡിങ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി രണ്ടാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കസ്റ്റമർ റെസ്പോൺസിബിലിറ്റിയും ക്ലൗഡ് പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റിയും. ഇതായിരിക്കും നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുക. അതായത് കസ്റ്റമർ എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പ്രൊവൈഡർ എന്ന രീതിയിൽ അവരെന്തൊക്കെ ചെയ്യണം. നോർമലി ഇതിന് വളരെ ബേസിക് ആയിട്ട് ആദ്യകാലങ്ങളിൽ ഇതിന്റെ വേരീഡ് പ്രൊപ്പോർഷൻസ് ഉണ്ട് കേട്ടോ. കസ്റ്റമർ റെസ്പോൺസിബിലിറ്റി, ക്ലൗഡ് പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റി ഏറ്റക്കുറച്ചിലോടുകൂടി പല രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ജനറിക് ആയിട്ട് പറയുന്ന സമയത്ത് കസ്റ്റമർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ആപ്ലിക്കേഷൻസ്, അതേപോലെ ഐഡന്റിറ്റി ആക്സസ് മാനേജ്മെന്റ്, അതിന്റെ ആക്സസ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് അതേപോലെ OS, ആ ആപ്ലിക്കേഷൻ ഡാറ്റ, ഇതൊക്കെയാണ് കസ്റ്റമർ റെസ്പോൺസിബിലിറ്റി നോർമലി വരിക. കാരണം ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളാണ്. ഏത് പ്ലാറ്റ്ഫോം, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ടത്, അതിൽ ആർക്കൊക്കെ ആക്സസ് വേണം, അത് ഏത് OS-ലാണ് റൺ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യണം, ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ. ഇനി ക്ലൗഡ് പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റി എന്താ? കമ്പ്യൂട്ട്, സ്റ്റോറേജ്, ഡാറ്റാബേസ്, നെറ്റ്വർക്ക്, ഇത് ഫിസിക്കലി അല്ലെങ്കിൽ ആ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും, പിന്നെ റീജിയൻസ്, അവൈലബിലിറ്റീസ് ഓൺ എഡ്ജ് ലൊക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് പല അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാവുന്ന റീജിയൻസ് എല്ലാം ഇതിനെ അവൈലബിൾ ആക്കുക എന്നുള്ള അങ്ങനത്തെ കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ തന്നെ നിങ്ങൾ AWS-ന്റെ വൈറ്റ് പേപ്പേഴ്സോ അല്ലെങ്കിൽ അഷ്യൂറിലോ പോയി കഴിഞ്ഞാൽ ഈ കസ്റ്റമർ റെസ്പോൺസിബിലിറ്റിയും ക്ലൗഡ് റെസ്പോൺസിബിലിറ്റിന്റെയും ഒരു ചാർട്ട് തന്നെ ഉണ്ടാവും. പല മോഡൽ സെർച്ച് എടുക്കുന്ന സമയത്ത് അവർ ഏതൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, നിങ്ങൾക്ക് ഏതൊക്കെ ഏറ്റെടുക്കുന്നത് അവർ തന്നെ ഒരു ക്ലിയർ ഡെഫിനിഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ വരുന്നത്. ഇതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത്. നമ്മൾ ആ ക്ലൗഡ് പ്രൊവൈഡറെ സമീപിച്ചു, അവരുമായിട്ട് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ അവരുമായിട്ടുള്ള സംസാരിക്കുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി മുകളിലായിരിക്കും. ഇനി ഇതിൽ തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കാവുന്ന വേറൊരു മാനേജ് സർവീസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്ലൗഡ് പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കസ്റ്റമർ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ് ഈ മാനേജ്ഡ് സർവീസസ്? മാനേജ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ക്ലൗഡ് പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ പ്രൊവൈഡർ ചെയ്യുന്ന കമ്പ്യൂട്ടർ, സ്റ്റോറേജ്, ഡാറ്റാബേസ് നെറ്റ്വർക്ക്, അഡീഷണലി ആ പ്ലാറ്റ്ഫോമിനെ പോലും അവർ മാനേജ് ചെയ്യും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഡാറ്റാബേസ് ആവശ്യമുണ്ട്. അപ്പോൾ ഡാറ്റാബേസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ
MySQL പോലുള്ളൊരു ഡാറ്റാബേസിന് ഒരു സെർവർ റിക്വസ്റ്റ് ചെയ്ത് അതിൽ കോൺഫിഗർ ചെയ്തിട്ട് അതിന് ആ സെർവറിനെ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം, പക്ഷെ അതിന് പകരം നമ്മൾ പറയാണ് നമുക്കൊരു ഡാറ്റാബേസ് വേണമെന്ന് പറയുമ്പോൾ AWS AWS പറയാം, ഡൈനാമോ DB എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഉണ്ട്, നിങ്ങൾ അത് യൂസ് ചെയ്തോളൂ. അപ്പൊ അതിന്റെ ഇതെന്താ വെച്ചാൽ ആ ഡൈനാമോ DB എവിടെ യൂസ് ചെയ്യും, എപ്പോൾ അപ്പ് ആകണം, എപ്പോൾ ഡൗൺ ആകും, അതിന്റെ മെയിൻ്റെനൻസ് എത്ര വലിപ്പത്തിലുണ്ടാകും, അതെല്ലാം അതായത് അവർ ഫുള്ളി മാനേജ്ഡ് ആയിരിക്കും. അതിന്റെ മാനേജ്മെന്റ് മൊത്തം അവരെ ഏറ്റെടുക്കും. നമ്മുടെ ജോലി നിന്നായിട്ട് ആകെ വരുന്നത് എന്താ വെച്ചാൽ ഡാറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അതിന്റെ ടോളറൻസ് സെറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ലിമിറ്റഡ് അങ്ങനത്തെ സർവീസസ് അതിന്റെ അപ്പ് ആൻഡ് റണ്ണിങ്ങും SLയും എല്ലാം അവർ ഏറ്റെടുക്കുമ്പോഴാണ് മാനേജർ സർവീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് പോവുക. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് നമുക്ക് കുറച്ചുകൂടെ ഈ റെസ്പോൺസിബിലിറ്റി കുറയ്ക്കാവുന്നതാണെങ്കിൽ നമ്മൾ മാനേജർ സർവീസസിലോട്ട് പോകുന്നു. മാനേജ്ഡ് സർവീസസിലോട്ട് പോകുന്ന സമയത്ത് ഒരു അഡീഷണൽ എക്സ്പെൻസ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുമ്പോൾ ഒരു SLA കൂടെ അവർ അതിനും കൂടെ ചേർത്ത് ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മാനേജർ സർവീസ് പോകുന്നത് വളരെയേറെ ഉപകാരം ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസുകളാണെങ്കിലും അങ്ങനത്തെ ഇതിലാണെങ്കിൽ നമുക്ക് എക്സാക്ട് നമ്മുടെ റീച്ചോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഫോർകാസ്റ്റോ അതറിയത്തില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സംബന്ധിച്ചിൽ മാനേജ് സർവീസും പിന്നെ ഇതിന്റെ ആർക്കിടെക്ചർ മോഡൽസിലും മാനേജ് സർവീസ് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഞാൻ പിന്നീട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സർവീസസും ഇതെല്ലാം കഴിഞ്ഞ് ഇതിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളത് കൂടെ ക്ലൗഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവർ NST ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഒരു 4 രീതിയിലാണ് ഇവർ അതിനെ ആക്സസ് ചെയ്യുന്നത് പറയുന്നത്. ഒന്ന്, കമാൻഡ് ലൈൻ ഇന്റർഫേസ് വഴി ക്ലൗഡിനെ ആക്സസ് ചെയ്യാം. 2, വെബ്. നിങ്ങളൊക്കെ ലോഗിൻ ചെയ്ത് AWS GCPയിലൊക്കെ പോകുന്ന സമയത്ത് ആ വെബ് ഇന്റർഫേസ് വഴി ലോഗിൻ ചെയ്ത് അതിനെ കാണുന്നവരുടെ UI ഇന്റർഫേസ് ഒക്കെ ഉള്ളവരെ ആക്സസ് ചെയ്യും. 3-മത്തത് API. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ API ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെസിഫിക് സെക്ഷൻ തന്നെ ഉണ്ടാവും. AWS ആയാലും Azure ആയാലും ക്ലൗഡ് പ്രൊവൈഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ API ഡോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ആ സർവീസസിനെ തന്നെ ഓപ്പൺ ആയിട്ട് API ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ സർവീസസിനെ CLI ആയിട്ടോ അല്ലെങ്കിൽ വെബിൽ കയറിയോ യൂസ് ചെയ്യാതെ ആ APIനെ കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷനായിട്ട് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ APIs ഉണ്ടാകുന്നത് എളുപ്പമായിരിക്കും. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ ആ APIനെ കൺസ്യൂം ചെയ്യാന്ന് മാത്രമേ ഒരു ആവശ്യമുള്ളൂ. ആ APIനെ കൺസ്യൂം ചെയ്ത് പ്രൊവൈഡ് നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്യാം. അതാണ് APIs പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്പൺ APIs ഉണ്ടാവും. നിങ്ങൾ ഡോക്യുമെന്റേഷൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സർവീസസിന്റെയും ഓപ്പൺ APIs ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലൗഡിന് ഹെൽപ്പ് ചെയ്യുന്ന പല ടൂൾസ് ഉണ്ട്. എക്സാമ്പിൾ ടെറഫോം ആയാലും അങ്ങനെ പല ടൂൾസ് നോക്കി കഴിഞ്ഞാൽ അവർ മെയിൻലി റിലൈ ചെയ്യുന്നത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഓപ്പൺ ആക്കുന്ന APIs മുകളിലാണ്. അവർ ഓപ്പൺ ആക്കുന്ന APIs അവർ എത്ര പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് അവരുടെ ടൂളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സർവീസായി പ്രൊവൈഡ് ചെയ്തിട്ട് ആ സർവീസിൽ നമ്മൾ യൂസ് ചെയ്യണം. ക്ലൗഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറഫോം അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു. അങ്ങനെയാണത്. ക്ലൗഡ് പ്രൊവൈഡർ APIs ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ അക്വസ്റ്റിക് ആയിട്ടുള്ള ടൂൾസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ആ APIs കൺസ്യൂം ചെയ്ത് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇതല്ലാതെ തന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതുകൂടെ വരുന്നത് വെച്ചാൽ CDK എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് കൂടെ AWSഉം Azureൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രോഗ്രാമേറ്റിംഗ് ക്ലൗഡ് ഡെവലപ്മെന്റ് കിറ്റ്. നമ്മൾ പലപ്പോഴും കിട്ടുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് SDK എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടാവും. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് വരുന്ന ആ കിറ്റ് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന് യൂസ് ചെയ്യും. അതേപോലെ തന്നെ CDK എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും തരുന്നുണ്ട്. ആ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന അതേ ലാംഗ്വേജിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രോഗ്രാം ചെയ്ത് അപ്പ് ആൻഡ് റണ്ണിങ് ആക്കാനുള്ളൊരു ഓപ്ഷനാണ് CDK. നിങ്ങൾ AWSന്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ AWSന്റെ CDK എന്ന് പറഞ്ഞാൽ പൈത്തൺ, അതേപോലെ ജാവാസ്ക്രിപ്റ്റ്, ഗോ, ജാവ, അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ലാംഗ്വേജസിൽ CDK അവൈലബിൾ ആണ്. അങ്ങനെ CDK അവൈലബിൾ ആകുന്ന സമയത്ത് നമുക്കതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനും അതിനെ റൺ ചെയ്യാനും അതായത് അതൊരു ഇൻഫ്രാസ്ട്രക്ചർ കോഡായി മാറുക. ടെസ്റ്റിങ്ങും അതിന്റെ എന്താ പറയാ പോസിബിലിറ്റീസ് റിയലി ഹൈ ആ. ഒരു ക്ലൗഡ് പോസിബിലിറ്റീസ് തന്നെ ഹൈ ആണ്. അത്രയും
ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ CDK എന്ന് പറഞ്ഞൊരു ലെവലിലോട്ട് വരുമ്പോൾ തന്നെ ആ പോസിബിലിറ്റീസ് ഇനിയും സ്കൈറോക്കറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാണ് ഈ 4 രീതിയിലാണ് ആക്സസ് ചെയ്യുന്നത്. ഹൗ ഡു ദി ചാർജ്, എങ്ങനെയാണ് ഇവർ ഇതിനെ ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഇപ്പോൾ ഇവർക്ക് ചാർജ് ചെയ്യുന്നത് പല കാര്യത്തിൽ ചാർജ് ചെയ്യും. ഒന്ന്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് ചാർജ് ചെയ്യാൻ പറ്റും. രണ്ട്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന APIസിനോ സർവീസസിന്റെയോ ഇതിനെ അവർ ഡിഫൈൻ ചെയ്ത റേറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടിന് ചാർജ് ചെയ്യാൻ പറ്റും. ഈ 3 രീതിയിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, റൂം റീസെറ്റ്. താങ്ക് യു മനോജ് ചേട്ടാ. നമ്മളിപ്പോൾ റൂം റീസെറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് ഡെവോപ്സ് മലയാളം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തവർക്കായിട്ട് വേണ്ടിയാണ്. ഇത് നമ്മുടെ 21st സെഷനാണ്. ഇതിന് മുന്നേയുള്ള സെഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡഡ് ആണ്. യൂട്യൂബിലും ലിങ്ക്ഡിനിലും ഇതിന്റെ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മളുടെ ഡെവോപ്സ് മലയാളത്തിന്റെ ചാനലിന്റെ പ്രൊഫൈൽ എടുത്താലും നിങ്ങൾക്ക് ലിങ്ക്സ് അവൈലബിൾ ആണ്. ഇന്ന് സ്പീക്കറായിട്ട് വന്നിട്ടുള്ളത് മനോജ് ചേട്ടനാണ്. ഇന്നത്തെ വിഷയം അണ്ടർസ്റ്റാൻഡിങ് ക്ലൗഡ്. ഇതുവരെ നമ്മളുടെ ടോപ്പിക്സ് മനോജ് ചേട്ടൻ കവർ ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് ക്ലൗഡ്, വൈ ക്ലൗഡ്, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, സർവീസസ്, ഡിപ്ലോയ്മെന്റ് മോഡൽസ്, ക്ലൗഡ് പ്രൊവൈഡേഴ്സ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ്, ആക്സസ് മെത്തേഡ്സ്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും സെഷൻ ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ഓൺ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ നമ്മുടെ ജേർണിയിൽ ഡിഫൈനിങ്ങും അതിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ആക്സസും എല്ലാം കവർ ചെയ്തെത്തി. അതെങ്ങനെ ചാർജ് ചെയ്യുന്നത് വരെ എത്തി. ഇനി ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 ടൈപ്സ്, എങ്ങനത്തെ ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചറാണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഉണ്ട് ഡിഫൈൻ ചെയ്തത്. ഒന്ന്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് സർവീസ് ആണ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് പ്രകാരം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സെക്ഷൻ നമുക്ക് വേണ്ടി ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് കോസ്റ്റ്ലി ആണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. പക്ഷെ അവരോട് പറയുന്നത് ഈ ഒരു ഇത്രയും ഇത് നമുക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ഇത് ചെയ്യുന്നത്. അത് സ്പെസിഫിക്കലി പല ബാങ്കിങ്ങും അതേപോലെ ഇൻഷുറൻസ് കസ്റ്റമേഴ്സാണ് സ്പെസിഫിക്കലി അത് ചെയ്യുക. കാരണം അവർക്ക് അവരുടെ ഡാറ്റ അവർക്ക് അവരുടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഡെഡിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. കാരണം ഈവൻ ദോ ഇപ്പൊ നമ്മളിപ്പോൾ ക്ലൗഡിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഹാർഡ് ഡിസ്കോ എന്തോ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും ആ കൺസ്യൂം ചെയ്ത ഹാർഡ് ഡിസ്കിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് ക്ലൗഡിന്റെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ആ ക്ലൗഡിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതും അതിന്റെ ഡാറ്റ ക്ലീൻ ചെയ്യുന്നതും. കാരണം ഒരു തരത്തിലും അതിന്റെ ഒരു റിക്കവറി പോസിബിൾ ആവരുത്. ആ റിക്കവറി പോസിബിൾ ആയി കഴിഞ്ഞാൽ ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു പരാജയമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് കാരണം NIST ഒരു സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലൗഡ് റിസോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത്ര റീഡേഴ്സ്, ഇത്ര ഓവർ റൈറ്റ്സ്, അത് കഴിഞ്ഞ ശേഷം ഡിസ്ട്രക്ഷൻ ക്രൈറ്റീരിയ, അങ്ങനത്തെ ഒക്കെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പൂൾ ഓഫ് റിസോഴ്സസ് വേറെ ആരെങ്കിലും റിസോഴ്സ് ചെയ്ത് അതിന് റിക്കവർ ചെയ്ത ഡാറ്റ അത് ചെയ്യണം. പക്ഷെ ഇത് ഉള്ളപ്പോൾ തന്നെ ഇതിലും അഡീഷണൽ ആയിട്ട് ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവർ പലപ്പോഴും ഡെഡിക്കേറ്റഡ് എന്ന് ചോദിക്കുക. രണ്ടാമത്തെ ടൈപ്സ് ഓഫ് സെഷൻ പറഞ്ഞാൽ ഇലാസ്റ്റിക്. അത് ആ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇതിനൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പറയാൻ പറ്റും AWSന്റെ മുംബൈ റീജിയനിലാണ് എനിക്ക് വേണ്ടത്. പക്ഷെ മുംബൈ റീജിയനിൽ തന്നെ എവിടെയാണ്, എങ്ങനെയാണ്, ഏത് ഇതിലാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ആകെ കൂടി അറിയുന്നത്, പറയാൻ പറ്റുന്നത് മുംബൈ റീജിയനിൽ വേണമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ മുംബൈ റീജിയനിൽ ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് മാത്രമേ അവർ തരുന്നുള്ളൂ. അതിനുശേഷം അത് എങ്ങനെയാണ്, ഏത് സെർവറിലെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ആ സർവീസ് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ആ ഡിപ്ലോയ് ചെയ്തത് എവിടെ പോകുന്നു വീണ്ടും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതേ റാക്ക് തന്നെ കിട്ടണമെന്നോ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതിലായതുകൊണ്ടാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ 2 രീതിയിലാണ് മോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറിനെ അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഈ 2 കാറ്റഗറിയാണ്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ആൻഡ് പ്രൊവിഷൻ രീതിയിലാണ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ക്ലൗഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ അപ്രോച്ച് ചെയ്തതിന് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും എല്ലാവരും ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം മൈഗ്രേഷൻ ആയിരിക്കും.
അതായത് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് അതിലോട്ട് മാറ്റുക. അതാണ് ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻസ്. അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാമ്പോ മീൻ സ്റ്റാക്കോ പോലത്തുള്ള സ്റ്റാക്സ് ഏതെങ്കിലും എടുത്ത് അതിന് ചെയ്തിട്ട് അതിനെ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യാനാണ് ശ്രമിക്കുക. അതാണ് ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്. പക്ഷേ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് ക്ലൗഡാണ്. അപ്പൊ ക്ലൗഡ് ഉപയോഗിക്കുന്ന സമയത്ത് ക്ലൗഡ് അഡീഷണൽ ആയിട്ട് കുറെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കോഗ്നിറ്റോ AWS കോഗ്നിറ്റോ ഉണ്ട്. അത് നമുക്ക് ഓതന്റിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ IAM ഉണ്ട്, അതായത് ഐഡന്റിറ്റി ആക്സസ് മാനേജ്മെന്റ് തരുന്നതാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷന്റെ ആക്സസ് മാനേജ്മെന്റ് നമ്മൾ തന്നെ കോൺഫിഗർ ചെയ്ത് ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ AI സർവീസസ് ഉണ്ട്, സ്പീച്ച് കൺവേർഷൻ സർവീസസ് ഉണ്ട്. അത് അഡീഷണൽ വളരെ സാധ്യതകളുള്ള അഡീഷണൽ സർവീസസ് ഉണ്ട്. അപ്പോൾ ട്രഡീഷണലി നമ്മൾ എങ്ങനെയാണോ ആപ്ലിക്കേഷനെ ആർക്കിടെക്ട് ചെയ്യുന്നത് ഇതിന് ഉടച്ചു വാർത്തുകൊണ്ട് വേണം നമ്മൾ ക്ലൗഡിന്. നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ക്ലൗഡിന്റെ സാധ്യതകളെ മനസ്സിലാക്കി ആ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഇപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ മൊത്തമായിട്ട് ഇവിടുന്ന് ക്ലൗഡിലേക്ക് മാറ്റി അടുത്ത് അവരുടെ സപ്പോർട്ടും കൂടെ കാശ് മുടക്കുന്ന സമയത്ത് ഫലത്തിൽ നമുക്ക് ഒരേ കാശിലേക്ക് വരാം. നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വെച്ചതും പിന്നെ ക്ലൗഡിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പോകുന്ന ഏകദേശം ഫലത്തിൽ അത് തന്നെ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ അവരുടെ കൊടുത്തു, അവരത് ചെയ്യുന്നു, അഡീഷണലി അവർ സപ്പോർട്ടിനും കൂടി ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിന് ഉപരി നമുക്കത് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാന്നുള്ളത് അതിലായിരിക്കും നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ചറിൽ ആദ്യം ആലോചിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇലാസ്റ്റിക് ആയിട്ട് ഇതിന് സ്കെയിൽ അപ്പും ഡൗണും ചെയ്യാൻ രീതിയിലുള്ള സർവീസസ്, മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ഒക്കെയാണ് ഇപ്പൊ ഹിറ്റ് ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ കൂടുതൽ ക്ലൗഡിനെ റിലൈ ചെയ്തിട്ട് ക്ലൗഡിന്റെ ആവശ്യം സ്കെയിൽ അപ്പും ഡൗണും ഒക്കെ ചെയ്തിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനുള്ള ഇതിനാണ് അങ്ങനത്തെ ആർക്കിടെക്ചറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മൈഗ്രേഷനോ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനോ തീരുമാനിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ AWSന്റെ കേസിലാണെങ്കിൽ വെൽ ആർക്കിടെക്ചർഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ വെൽ ആർക്കിടെക്ചർഡ് ഫ്രെയിംവർക്കിന്റെ ഒരു PDF ഉണ്ട്. ആ PDFൽ അവർ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഡെഫിനിഷനനുസരിച്ച് നമ്മൾ അത് ക്ലൗഡിന്റെ ഈ പ്രൊവിഷ്യൻസിയും യൂസേജും എല്ലാം മനസ്സിലാക്കിയിട്ട് അഡീഷണൽ ആയിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ആർക്കിടെക്ട്സ് ഉണ്ട്, ക്ലൗഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ഉണ്ട്. അതെല്ലാം ഒരു റിവ്യൂ ചെയ്തിട്ട് ഹലോ കേക്കാവോ? ഞാൻ ഡിസ്കണക്ട് ആയ. ഹലോ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. നേരത്തെ എക്സിറ്റ് ആയി പോയായിരുന്നു, ഇപ്പൊ കേൾക്കാം. എവിടെയായിരുന്നു പോയത്? ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം മൈഗ്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനോ പോകുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെൽ ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ ആർക്കിടെക്ട് ഫ്രെയിംവർക്ക് എന്നുള്ള ഡോക്യുമെന്റ്സ് ആദ്യം ഒന്ന് ഗോ ത്രൂ ചെയ്യാം. രണ്ടാമത്തത് അവർ സജസ്റ്റ് ചെയ്യുന്ന കുറെ ആർക്കിടെക്ചറൽ പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ആർക്കിടെക്ചർ അതുമായിട്ട് എങ്ങനെ കോമ്പാറ്റിബിൾ ആക്കാൻ പറ്റും, അതുപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ആ ക്ലൗഡിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഉപയോഗങ്ങളും, അതായത് നമുക്ക് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നമ്മളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത് വളരെ ഉപകാരമുള്ള കാര്യമായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലൗഡിന്റെ കോസ്റ്റ് പകുതിയിലേറെയായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് രണ്ടിനും കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചറിലോ അല്ലെ മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിലായിരിക്കും നിങ്ങളുടെ സൊല്യൂഷൻസ് തിങ്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ആ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചറിൽ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതോ അല്ലെങ്കിൽ ഒരു മൈക്രോ സർവീസസ് മോഡലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് അങ്ങനത്തെ രീതിയിൽ ആലോചിക്കും. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേ അങ്ങനെ ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് ക്ലൗഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിരിക്കും അത്. അപ്പൊ നമ്മളുടെ ആപ്ലിക്കേഷൻ സ്മൂത്തായി റൺ ചെയ്യും, എല്ലാവർക്കും റീച്ച് ഔട്ട് ചെയ്യും, പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യം ആലോചിക്കുന്നു. കാരണം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ബിഗ് സ്കെയിൽ ഒരു സെർവർ ഡിപ്ലോയ് ചെയ്തിട്ട് അതിന്റെ ഇത് ചെയ്യുന്ന അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്ലൗഡിന്റെ
സാധ്യതകളെ നമ്മൾ കുറയ്ക്കുക ചെയ്യുന്നു. അതായത് നമുക്ക് ഉള്ള ഹെഡേക്കിന് കൂട്ടുകയും. പിന്നെ ഈ 3 കാര്യങ്ങളുടെ മുകളിലായിട്ട് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ AWS മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇതുണ്ട്, ഡിസൈൻ ഫോർ ഫെയിൽ. ഡിസൈൻ ഫോർ ഫെയിൽ എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ഫെയിൽ ആകില്ല എന്ന് ബോധ്യത്തോടു കൂടി നമ്മൾ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യരുത്. ഇത് ഫെയിൽ ആകും, ഇത് ഒരു ദിവസം ഇത്ര പ്രാവശ്യം ഫെയിൽ ആകും, ഇത് ഇങ്ങനെയൊക്കെ ഫെയിൽ ആകും എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുക. ആ ഫെയിലിയറിനെ കണക്കാക്കിയിട്ട് നമ്മൾ ആർക്കിടെക്ചറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർക്കിടെക്ചർ ഹൈലി അവൈലബിൾ ആയിട്ട് മാറും. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എന്തൊക്കെ ഫെയിലിയർ ആണെങ്കിലും നമ്മൾ അതിന്റെ ഒരു ബാക്കപ്പും അതിന്റെ ഇത് അവൈലബിലിറ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നത് കാരണം ഇതിന് അവൈലബിൾ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ക്ലൗഡ് ആർക്കിടെക്ചറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആർക്കിടെക്ചർ വളരെ പ്രൊഫഷൻ്റ് ആയിരിക്കും. ക്ലൗഡിന്റെ എല്ലാ ബെനിഫിറ്റും ഉണ്ടാവും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കോസ്റ്റ് ബെനിഫിറ്റും കിട്ടും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പല ബിസിനസ് കോളിലും നമ്മൾ കേൾക്കുന്നുണ്ട്, അവർ ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, പക്ഷെ മൈഗ്രേറ്റ് ചെയ്ത ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള അഡീഷണൽ ഹെഡേക്സും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇതും വരുന്നുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ്സ് ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു ബേസിക് പ്രശ്നം ഇതാ, ഈ മൈഗ്രേഷന്റെ സമയത്ത് ഈ കാറ്റഗറീസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാത്ത ഒരു പ്രശ്നമാണ്. പിന്നെ ആപ്ലിക്കേഷൻ കമ്പോണൻസിന്റെ പ്രിഫറൻസ് എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ, മൈക്രോ സർവീസ് ആർക്കിടെക്ചർ. ഇപ്പോൾ നിങ്ങളൊരു ഡാറ്റാബേസ് സെലക്ട് ചെയ്യുമ്പോഴും അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ആവാനുള്ള ഓപ്ഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന്റെ വേണ്ട രീതിയിൽ സ്കെയിൽ ചെയ്തിട്ട് അതിന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി ഒരു ഹ്യൂജ് ഡാറ്റാബേസ് വാങ്ങി വെക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ ആപ്ലിക്കേഷൻ കമ്പോണന്റ് സെലക്ടിൽ നമ്മളൊരു പ്രിഫറൻസ് കൊടുക്കുക, അത് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൂൾസ്, ക്ലൗഡിൽ റൺ ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, അതേപോലെ ലാംഗ്വേജസിൽ ഒരു പ്രിഫറൻസ് കൊടുക്കുക. സ്കെയിലബിലിറ്റിയും ഹൈലി അവൈലബിലിറ്റി എപ്പോഴും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുക. സ്കെയിൽ ചെയ്യണം, എന്ത് ആവശ്യം നമ്മൾ ഒരു കമ്പോണന്റ് ആക്കുന്നു അത് സ്കെയിൽ ചെയ്യാനുള്ളത് എന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ ഇതിന് ആർക്കിടെക്ചറിനെ അപ്രോച്ച് ചെയ്യുക. ഇതിന് ഹൈലി അവൈലബിലിറ്റി ആയി നിർത്തണം എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങളെല്ലാവരും ഇത്രയും നമ്മൾ ക്ലൗഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, ഈ ഏത് ക്ലൗഡ് സെലക്ട് ചെയ്യണം? അതായിരിക്കും നിങ്ങൾ AWS ആണോ, അഷ്യൂർ ആണോ, അല്ലെങ്കിൽ GCP ആണോ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരു ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും AWS ആണ്, അഷ്യൂർ ആണ്, GCP ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ പ്രൊവൈഡേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ, ഒന്ന്, എത്ര വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അതായത് ഈ നിങ്ങൾ സെലക്ട് ചെയ്ത ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിന്റെ റീച്ച് എത്രയാണ്, അവർ ഗിറ്റ്ഹബിൽ എത്ര റിപ്പോസ് ഇടുന്നു, എത്ര ടൂൾസ് അവർ അഡീഷണൽ ആയിട്ടുണ്ട്, എത്ര ഓപ്പൺ സോഴ്സ് കോഡ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു, എത്രത്തോളം ആ കമ്മ്യൂണിറ്റീനെ ആ പ്രൊവൈഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ സപ്പോർട്ടിൽ തന്നെ ആ കമ്മ്യൂണിറ്റി എത്രത്തോളം ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് നോക്കും. കാരണം എന്താ വെച്ചാൽ, 2 രീതിയിൽ നമ്മളൊരു ക്ലൗഡ് പ്രൊവൈഡേഴ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ക്ലൗഡ് പ്രൊവൈഡറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും സപ്പോർട്ടിന്. ആ സപ്പോർട്ട് കോസ്റ്റ്ലി ആകുന്ന സമയത്ത് നമ്മൾ ആ കോസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ റീച്ച്, കമ്മ്യൂണിറ്റിയുടെ വലിപ്പം, കമ്മ്യൂണിറ്റിയുടെ സ്പാൻ, ടെക്നിക്കൽ എബിലിറ്റി, കമ്മ്യൂണിറ്റിയുടെ എന്താ പറയാ, കമ്മ്യൂണിറ്റിയുടെ കോൺഫറൻസുകൾ പോലും വളരെ ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിറ്റി എത്ര റെഗുലർ ആയിട്ട് അവരുടെ കോൺഫറൻസസും ഇതുപോലെ ടോക്സും നടത്തുന്നുണ്ട് എന്നുള്ളത്. കാരണം അതെല്ലാം നമുക്ക് ഇതിനുമായിട്ടുള്ളൊരു ഈ ക്ലൗഡ് പ്രൊവൈഡറുമായിട്ട് ഇൻ ടച്ച് വെക്കാൻ, അവരുടെ സർവീസസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുമായിട്ട് എപ്പോഴും ഒരു നോഹൗവിൽ നിലനിർത്താനും നമുക്ക്. നമ്മളൊരു ക്ലൗഡ് പ്രൊവൈഡേഴ്സ് സെലക്ട് ചെയ്തു, കമ്മ്യൂണിറ്റി വളരുന്നില്ല, അവർ പുതിയ ടോക്സ് നടത്തുന്നില്ല വെച്ചാൽ നമ്മൾ പിന്നെ മെനക്കെട്ടിരുന്ന പ്രൊവൈഡറിന് നമ്മളിരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഒരു കൂട്ടായ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഓപ്പൺ സോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റും ആയാലും ഗൂഗിൾ ആയാലും പിന്നെ അവർ ഒത്തിരി ഓപ്പൺ സോഴ്സ് ചെയ്യുന്നു. ആ ഓപ്പൺ സോഴ്സ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ ക്ലൗഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും അതിന് യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വളരെ കൂടുതലുമാണ്, ട്രാൻസ്പാരന്റുമാണ്. അതായത് നമുക്ക് അറിയാത്തൊരു കോഡ് വെച്ച് നമ്മളെ ട്രിക്ക് ചെയ്യാനോ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ആ ഓപ്പൺ സോഴ്സ് ആർക്കും എടുത്ത് നോക്കാൻ പറ്റും, ആർക്കും അതിലൊരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, ബഗ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതൊരു റിലവന്റ് കോഡായിട്ട് എപ്പോഴും നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അത് ക്ലിയർലി ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ ഏതെങ്കിലും ഒരു പാക്കേജ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 6 വർഷം 7 വർഷമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ ആ പാക്കേജസിലുള്ള അപ്ഡേറ്റ്സോ സെക്യൂരിറ്റി പാച്ചസോ എല്ലാം നിർത്തി
സപ്പോർട്ട് നിർത്തിയിട്ടുണ്ടാവും. അത് നിർത്തിയ പാട് നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പിന്നെയും എൻഹാൻസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഈ പാക്കേജസ് ഇപ്പോഴും അതേ പഴയ സ്റ്റേജിൽ തന്നെ നിൽക്കുന്ന കാരണം അത് അപ്ഗ്രേഡ് ചെയ്യാത്ത കാരണം കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് വരും. ആ കമ്മ്യൂണിറ്റി പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇറങ്ങി ഹാൻഡ്സ് ഓൺ ആയിട്ട് ആ ഇതിനെ ടൂളിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ അതൊരു അഡീഷണൽ ഹെഡേക്ക്. ഇതേ കേസിന് ടൂൾസ് ആൻഡ് സർവീസസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൂൾസ് ആൻഡ് സർവീസസ് എത്രത്തോളം കമ്മ്യൂണിറ്റി ആ ക്ലൗഡുമായിട്ട് ഇന്റഗ്രേറ്റ് ആണ്, അവർ എത്രത്തോളം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ടെറാഫോം എടുത്തു. ടെറാഫോമും AWS തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയുണ്ട്? ഓരോ കോൺഫറൻസിലും ടെറാഫോം പങ്കെടുക്കുന്നുണ്ടോ? അതേപോലെ AWS കറക്റ്റ് ആയിട്ട് ടെറാഫോമിന്റെ കോൺഫറൻസസിലും പങ്കെടുത്ത് അവർ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടോ? ഈ ഒരു മ്യൂച്വൽ ഹാൻഡ് ഷേക്കിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിലയബിൾ ആയിട്ട് ടെറാഫോമിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ AWS ഉപയോഗിക്കുന്ന സമയത്ത് റിലവൻറ്റ് ടു